ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ തിരിച്ച് ഹോട്ടലിലെത്തി. ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഇതേ ന്യൂ കോസ്റ്റ്യൂമിൽ ഇറങ്ങുന്നു. അപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ നമ്മൾ നാഗർകോവിലിൽ തന്നെ നിൽക്കുകയാണ്. ഇനി കന്യാകുമാരിയിലേക്കാണ് പോകേണ്ടത്. വളരെ അടുത്താണ്. ശുചീന്ദ്രം വഴിയാണ് കന്യാകുമാരി പോകേണ്ടത്. നമ്മൾ ഓൾറെഡി ശുചീന്ദ്രം പോയി കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യാണ്ട് നമുക്ക് നേരെ ഹൈവേയിലൂടെ കന്യാകുമാരിയിലേക്ക് പോകുന്ന റൂട്ടൊക്കെ വളരെ മനോഹരമാണ്. അതൊരു കാര്യം. രണ്ടാമത് അതിന് മുന്നേ തന്നെ നമ്മൾ നാഗർകോവിലിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകുന്നു. ഇവിടെ നഞ്ചിൽ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഇന്ന് സൺഡേ ആണ്, കിട്ടുമോയെന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം, ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ബേബീസിൻ്റെ ഡ്രസ്സ് കിട്ടുന്നൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുടുംബങ്ങൾക്കും കൂടെ ചെറിയ ഷോപ്പിംഗ് ചെയ്തിട്ട് പോവാം. ബേബി ഹഗിൻ്റെ ഷോറൂമാണ്. ഇപ്പോൾ സെയിലും നടക്കുന്നുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ, അങ്ങനെയല്ല, 2 അല്ല, ആടി സെയിൽ. കുറേ ഫാൻസി ഡ്രസ്സസ് ഉണ്ടല്ലോ. ഫാൻസി ടൈപ്പ് ഉണ്ട്, അല്ലാത്തതുണ്ട്. കൊള്ളാമല്ലേ? ഗേൾസിനാകുമ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടും, പാറ്റേൺസ്. എനിക്ക് സ്ലീവ്ലെസ്സാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം, വിത്തൗട്ട് സ്ലീവ്സ്. இந்த സൈസ് കൊഞ്ചം ബിഗ് ആയിരിക്കും, ടു ബിഗ്. ഇതെല്ലാം ബിഗ് വേണ്ട. ഇത് 18 to 24 months ആണല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഇതെല്ലാം എന്താ വില? 520. ഇത് ബ്രാൻഡാണല്ലോ അല്ലേ? ബേബി ഹഗിൻ്റെ. ഓക്കെ, ഇതിൻ്റെ വേറെ കളറായിരിക്കും. പിങ്ക്, അതന്നെ, പിങ്കിൻ്റെ. യെസ്, 2 to 3 സൈസ്. 18-24 സെയിം ഇത്. 18 to 24. 18 to 24 എന്ന് വെച്ചാൽ 2 വയസ്സാകുന്ന സമയത്ത് തീരും അല്ലേ? ഇതെല്ലാം ഓഫറിലുള്ളതല്ലേ? അത് പക്ഷേ സൈസ് സെയിം ആയിരിക്കില്ലല്ലോ, എല്ലാ സൈസും. ഇത് ഗേൾ ചൈൽഡിനാ? ആണോ? ഷോർട്ട്സ് 2 to 3. ബൈ 1 ഗെറ്റ് 1. സോറി, ബൈ 2 ഗെറ്റ് 1. ബൈ 2 ഗെറ്റ് 1. ബൈ 1 ഗെറ്റ് 1 ഏതാണ്? ബൈ 1 ഗെറ്റ് 1 കൂടുതലും ബോയ്സിനാണ് ഓഫറിൽ കിടക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇത് 1 ആണോ 2 1 ആണോ? ഇതെന്താ വില? ഇത് 699. ഇതുണ്ടാവോ സൈസ്? നോക്കട്ടെ. 2 to 3 ഉണ്ടോ? 2 to 3 ഉണ്ടോ? ഇല്ല, 80. ഇത് ഓക്കെയാണ്. ഇതൊരെണ്ണം. അപ്പോൾ ഇതിന് വേറെ ഇഷ്ടം സെലക്ട് ചെയ്യണം അല്ലേ കൂടെ? അതിൽ ഇതെല്ലാം ഇതിൽ വരുന്നതാണോ? ഇത് പക്ഷേ കറക്റ്റാണ്, 18-24. ഓക്കെ, എന്നാൽ പിന്നെ എടുത്തോളൂ. Let me see once more. ഇത് അതിൽ വരുന്ന തന്നെയാണ് അല്ലേ? അപ്പോൾ അതിനേതെടുക്കും? ഇനിയിപ്പോൾ ചോയ്സ് പറഞ്ഞല്ലോ. ഏതാ? ആ സൈഡിൽ ജീൻസ് വേണ്ട. ജീൻസ് അങ്ങനെ പുടുക്കുട്ടിക്കുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞു. ബേബി ഹഗിൽ നിന്ന് കുറച്ച് ഫ്രോക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു. നഞ്ചിൽ ബിരിയാണി.
അപ്പോൾ നമ്മൾ കുറച്ച് തിരക്ക് പിടിച്ചൊരു സ്ട്രീറ്റിനകത്തുകൂടി സഞ്ചരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കറങ്ങി എന്തായാലും ഇവിടുത്തെ മണിമേളയുടെ ഫ്രണ്ടിൽ തന്നെ എത്തും. ഈ തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ കടകൾ ഇന്ന് തുറന്ന് കാണുന്നു. ഇതെല്ലാം ജുവലറി ഷോപ്സ്, അതായത് മീനാക്ഷിപുരം റോഡാണിത്. ജുവലറി ഷോപ്സും അങ്ങനത്തെ ഫാൻസി സ്റ്റോഴ്സ്, ജ്വല്ലറി, പത്രക്കട അതൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ബിരിയാണി ഷോപ്പിൻ്റെ മുന്നിൽ ഏതാണ്ട് എത്തി. ആ പ്രഭു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് തന്നെ ദിസ് ഇസ് ദ ഷോപ്പ്. യെസ്, ഒരു വീട് പോലെയാണ്. ഒരു ട്രഡീഷണൽ ഹൗസ് അതിൻ്റെ താഴെ. തമിഴിലാണ് ഇതിൻ്റെ കടയുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ശ്രീ രാധാ സിൽക്ക് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയല്ലോ. ഇറ്റ്സ് എ ട്രഡീഷണൽ ഹൗസ്. നഞ്ചിൽ ബിരിയാണി. അപ്പോൾ നഞ്ചിൽ ബിരിയാണി ഗുഡ് നെയിം പ്ലീസ്? മുരുകൻ. ശ്രീ മുരുകൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. ഹൗ മെനി ഇയേഴ്സ്? 14 years. ഓക്കെ. വീടാ ഇതൊരു വീടായിരുന്നോ? ഓക്കെ. കേരള മോഡൽ, സ്മോൾ സൈസ്. ഇങ്ങനെ തട്ടൊക്കെ ഉണ്ട്. ഓക്കെ. ദിസ് ആംബിയൻസ്. ഇതിങ്ങനെ പടിക്കെട്ടൊക്കെ ആയിട്ട് മേളിലേക്ക് നമ്മൾ തട്ടും പുറത്ത് കയറുന്ന പോലെ. നഞ്ചിൽ ബിരിയാണി. മട്ടൺ തീർന്നു, സോൾഡ് ഔട്ട്. 1:30 ആയപ്പോൾ തന്നെ തീർന്നു. ചിക്കൻ കഴിക്കാം, ചിക്കൻ ബിരിയാണി. ഓക്കെ. ഇത് നാഞ്ചിൽ ബിരിയാണി. നാഞ്ചിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ പഴയ പേര് നാഞ്ചിൽ എന്നാണ്. അപ്പം ഇവരുടെ സ്പെഷ്യലാണ്, കന്യാകുമാരി ഡിസ്ട്രിക്ട് സ്പെഷ്യലാണ് നാഞ്ചിൽ ബിരിയാണി. ഇപ്പോൾ നമ്മൾ ദിണ്ടിഗിളി ചെന്നാൽ തലപ്പാക്കട്ടി ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനും ഉണ്ട് ഒരു ബിരിയാണി, നാഞ്ചിൽ ബിരിയാണി. അതിൻ്റെ മട്ടൺ ബിരിയാണി കേമം. ഇവർക്കൂടെ ചിക്കൻ 65 ബിരിയാണി, മട്ടൺ ബിരിയാണി ആൻഡ് ചിക്കൻ ബിരിയാണി. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. അടിപൊളി, ഒരു രക്ഷയില്ല. ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ പെപ്പർ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഇത് ഇവരുടെ സ്റ്റൈലാണ്. ഇത് നോക്കും, ഇത് സാലന പോലെ ഒരു ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവി, പിന്നെ റൈത്ത. ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. പെപ്പർ ചിക്കൻ ആൻഡ് ചിക്കൻ റോസ്റ്റ്. വയ്ക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ഫുള്ളാണ് ഇവിടെ. തുടങ്ങുന്നു ബിരിയാണി പറയാം. നാഞ്ചിൽ ബിരിയാണി. അടിപൊളി. ചിക്കൻ 65, നല്ല മസാല. നോർമലി കാണുന്ന ടൈപ്പല്ല. പെപ്പർ, വെരി നൈസ്. ആൻഡ് ചിക്കൻ റോസ്റ്റ്. എല്ലാം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ട് നമ്മൾ പല കടകളിലും പോയി കഴിക്കാറുണ്ടല്ലോ, അതുപോലെയല്ല, സംതിങ് ഡിഫറെൻറ്റ്. ചിക്കൻ റോസ്റ്റ് ഇവരുടെ ഒരു യുണീക്ക് സ്റ്റൈലാണ്. അടിപൊളി. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നല്ല സോഫ്റ്റ്. ഒരു പീസ് ചിക്കനേ ഉണ്ടാവുള്ളൂ, മോസ്റ്റ്ലി ലെഗ് പീസ്. നല്ല വെന്തിട്ടുണ്ട്, സോഫ്റ്റ്. അപ്പോൾ നാഗർകോവിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു കടയും കൂടി, ഓപ്പോസിറ്റ് ശ്രീ രാധാ സിൽക്സ്, നാഞ്ചിൽ ബിരിയാണി. ഇവരെല്ലാ ദിവസവും ഉണ്ട്, വർക്കിംഗ് ആണ്. ഉച്ചയ്ക്ക് 11:30 മുതൽ വൈകുന്നേരം എപ്പോഴാണോ ഇത് തീരുന്നത് തീരും. ചിലപ്പോൾ 3 ആകാം 4 ആകാം. പെട്ടെന്ന് ഭയങ്കര ഡിമാൻഡാണ്. ഇരിക്കാനൊന്നും ഒരുപാട് പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, 4, 8, 10 പേർക്കേ പറ്റുള്ളൂ. പാർസൽ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. വരിക, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നാഞ്ചിൽ ബിരിയാണി ഒരു ട്രഡീഷണൽ അഗ്രഹാര ഹൗസ് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. ഞാൻ ഇനി പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ കന്യാകുമാരിക്ക് പോവുകയാണല്ലോ, സമയം കളയണ്ട. ഓക്കെ. അങ്ങനെ നാഞ്ചിൽ ബിരിയാണി കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തിറങ്ങി. വളരെ കുറവാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളൊരു 2 ബിരിയാണി പിന്നെ 3 ബിരിയാണി വാങ്ങിച്ചിട്ട് 1 ബിരിയാണി തിരിച്ചു കൊടുത്തു. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പെപ്പർ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ സീസ് എല്ലാം കൂടി 650 രൂപയായുള്ളൂ.
അപ്പോൾ ഇതാണ് കട കേട്ടോ, നല്ലൊരു പഴയ ട്രഡീഷണലി വലിയൊരു ടൗണിലെ വലിയ വലിയ കടകൾക്ക് ഇടയിലൊരു വീട് പോലെ. ആൻഡ് ശ്രീ രാധാ സിൽക്ക് ഹൗസ് ഈ ഭാഗത്ത്. അയ്യോ അടിപൊളിയായിരുന്നു. ഓക്കെ, ജസ്റ്റ് ടു ഗുഡ്. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഓൺവേർഡ് യാത്ര തുടങ്ങി. ഇനി കന്യാകുമാരി. ഇത് വളരെ അടുത്താണ് കേട്ടോ. ഇവിടുന്ന് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ശുചീന്ദ്രം ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നാഗർകോവിൽ നിന്നും ഒരു 20 കിലോമീറ്റേഴ്സേ ഉള്ളൂ കന്യാകുമാരി എത്താൻ. പെട്ടെന്ന് തന്നെ എത്തും. ഇതുവഴി പാസ് ചെയ്ത് പോയ ഞാനിവിടെ ഒരു കടയിൽ ഒരു ഡിസ്പ്ലേയിൽ സാരി കിടക്ക് കണ്ടിട്ട് ചാടി കയറി. ഇത് പാരീസ് ടെക്സ്റ്റൈൽസ്. ഓക്കെ, ഭയങ്കര രസമുള്ള ഫാൻസി സാരീസ്, ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ. നല്ല ഓഫറും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നോക്കൂ, 3 എണ്ണത്തിന് 1000 രൂപയുള്ളൂ. സോ നൈസ്. എവിടെ ആളെന്തേ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരോ? വെരി നൈസ്. പിന്നെ നൈറ്റീസ് ആണെങ്കിൽ 3 എണ്ണം 450 രൂപ. നല്ല കോട്ടൺ നൈറ്റീസ് അങ്ങനെയെല്ലാം കിട്ടും. ഇതാണ് ഈ ടൈപ്പ് സാരീസ്. നല്ല ബ്ലൗസ് ഇട്ടാൽ മതി കേട്ടോ. നല്ല ഡിസൈനർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിടക്കുന്ന സാരീസാണ്. കുറച്ച് കോട്ടൺ മിക്സ്ഡ് സിന്തറ്റിക് ആൻഡ് ഒരു ലിറ്റിൽ അങ്ങനെ ഓവർ തിന്നല്ല. നല്ല കളേഴ്സ്. സി ചെറിയൊരു ഗ്ലേസ്. ഇതെന്താ ഒരു ത്രെഡിൻ്റെ ഒരു ഇതുണ്ട്. അതായത് 3 എണ്ണത്തിന് 1000 രൂപയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ പല കളേഴ്സ്. പിങ്ക് ഉണ്ട്, ദാറ്റ് ബ്ലൂ ഇസ് ദെയർ, പിന്നെ ഒരു മെറൂൺ ടൈപ്പ്. ഇത് വേറൊരു സംഭവമാണ് മെറൂൺ. ഇതിലേതാണെങ്കിലും 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1000 രൂപ വരണുള്ളൂ. ഇതൊരു ഓപ്ഷൻ. പിന്നെ വരുന്നത് ഈ ടൈപ്പ്. ഇതിലും കുറേ. ഇത് ആ മെറൂണിൻ്റെയാണ്. ഇങ്ങനത്തെ ഒരു ഗ്രീന്. ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഇതിൽ ഒരെണ്ണം എടുക്കാം, നോക്കാം. ഈ പിങ്ക് തുറന്നു തരാം. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ട മെറൂണിൻ്റെ ടൈപ്പാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾ ലൈക്ക് ദിസ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. സോ നൈസ്. ഇത് മെറൂൺ ആണെങ്കിൽ ഇതൊരു കളറ്, ഇതൊരു കളറ്. സോ മെനി കളേഴ്സ്. ഗ്രീൻ ഉൾപ്പെടെ ഉണ്ട്. പിന്നെ ഇതാണ് വേറൊരു പാറ്റേൺ. അല്ല, ബേബി പിങ്ക്. ഇങ്ങനെ ഓരോ ലൈൻ. ഓ വെരി നൈസ്. അതിന് പല ലാവൻഡർ ഷെയ്ഡ്. ഒന്ന് ഓപ്പൺ ചെയ്യണം. വൺ ലെയർ. ഒരെണ്ണം ഒരു ലെയറാ. ഓക്കെ, ഇത് 1 ലെയറായിട്ട് ഇടുന്ന ടൈപ്പ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ മടക്കി ഇട്ടിരിക്കണമെന്നേ ഉള്ളൂ. ആഹാ, ഇതിൻ്റെ എല്ലാ ഷീറ്റ്സും ഉണ്ട്. സോ നൈസ്. എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട്. ഓക്കെ, ഐ ടേക്ക് ദിസ് വൺ ബ്ലൂ ആൻഡ് 1 പിങ്ക്. 3. ഇതിങ്ങനെ കുറേ ഇതിനെ എല്ലാ ഷെയ്ഡ്സ്, പല പാറ്റേൺസ്. ഇതെൻ്റെ വേറൊരു പാറ്റേൺ. ആഹാ, ഇത് ഒരു കളക്ഷൻ. പിന്നെ ഡിസൈനർ ടൈപ്പ് ഉണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിരിക്കുന്നു, കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്ത സാരി. ഓക്കെ, വിത്ത് ബ്ലൗസാണ് കേട്ടോ വരുന്നത്. ബ്ലൗസിൻ്റെ പാറ്റേൺ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. ഇങ്ങനത്തെ കൈയൊക്കെ ആയിട്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇത് 3000 റുപ്പീസാണ്. 2990 അല്ല 2950. ഇതിങ്ങനെ വരും. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും കുറച്ച് പല ടൈപ്പൊക്കെ ഉണ്ട്. പാർട്ടി വെയർ സാരിയാണ്. ഇതിലിങ്ങനെ കുറേ ഉണ്ട് ഈ ഭാഗത്ത്. ഇവിടെയൊക്കെ ഡിസ്പ്ലേയിൽ എല്ലാം ഒന്നും നമ്മുടെ ടേസ്റ്റിനായിരിക്കില്ല, പക്ഷേ നമുക്ക് സെലക്ട് ചെയ്യാം. ഭയങ്കരമായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് കട്ട് വർക്ക്.
ഇതിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി. ഇത് എന്നാ വില? എവിടെ? 890. അത്രേ ഉള്ളൂ? 890. ആ, ഓഫർ ഉള്ളതുകൊണ്ട് അല്ലേ? 890 ഉള്ളൂ. നോക്കിയേ കട്ട് വർക്ക് പീസ് 890. 890. ഇത് വേറെ കളറുണ്ടോ? ഇല്ല, സെയിം only one കളർ. ഓക്കെ. ഓ, എനിക്കെന്തോ സാരി പ്രാന്താണെന്ന് തോന്നുന്നു. അപ്പം കട്ട് വർക്ക് ചെയ്ത എംബ്രോയ്ഡറി ഒക്കെ 890 ഉള്ളൂ. വെരി നൈസ്. മുന്താണി അതന്നെ. ഓക്കെ, ആ ഇത് തന്നെ. ഓക്കെ, ഇതിൽ ഒരു കളർ തന്നെ അല്ലേ? ഓക്കെ, കട്ട് വർക്ക് 890. അടിപൊളിയല്ലേ? അതൊരു ഇതിൽ സ്ലീവ്ലെസ് ആണ്, പക്ഷേ സ്ലീവ് വേണമെങ്കിൽ പിടിപ്പിക്കാം. പിന്നെ ഇതൊരു ബെൽറ്റ് ഉണ്ട് അല്ലേ? ഇത് ബെൽറ്റ് ഫോർ ദ സാരിയാ? സാരിയും കൂടെ വെച്ചിട്ട് മേലെ പോടാം. അതിൻ്റെ സാരി ഇതാണ് ബ്ലാക്ക്. ഇതും 2950 ആ റേഞ്ചാണ്. ഇറ്റ്സ് എ ഡിസൈനർ. ഓ, 2990 വിത്ത് ബ്ലൗസ് ആൻഡ് സാരി. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇത് പാക്ക് ചെയ്യൂ. ഓക്കെ, ആൻഡ് ടേക്ക് ദിസ് ഓൾസോ. ഈ സൈഡിൽ പിന്നെ നൈറ്റീസ് എല്ലാം 450 3 നൈറ്റി, നല്ല കോട്ടൺ നൈറ്റീസ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ സാരീസാണ്. രക്ഷയില്ലാത്ത കളക്ഷൻ ഇവിടെ. എന്ത് ചെയ്യും നമ്മളിങ്ങനെ പോയാൽ? നാഗർകോവിൽ വരെ വന്നാൽ മതി. ഇത് ഓപ്പോസിറ്റ്. ഇത് ഏത് റോഡ്? ഈ റോഡ് പേര് കേപ്പ് റോഡ്. അണ്ണാ ബസ് സ്റ്റാൻഡിൻ്റെ പക്കത്തിൽ അല്ലേ? ഓപ്പോസിറ്റ് അണ്ണാ ബസ് സ്റ്റാൻഡ്. പാരിസ് ടെക്സ്റ്റൈൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഓപ്പോസിറ്റ് അണ്ണാ ബസ് സ്റ്റാൻഡ്. ഓക്കെ, വന്ന് നോക്കൂ. ഈ ഓഫറൊക്കെ ടിൽ ഓഗസ്റ്റ്. അതന്നെ. എത്ര നാളുണ്ട്? ഓഗസ്റ്റ് 15 അല്ലേ? ആടി ടൈമിൽ. ഓക്കെ, ഓഫർ എന്തെങ്കിലുമൊക്കെ ഓഫർ അല്ലെങ്കിലും കാണും. എന്തായാലും ഓഗസ്റ്റ് 15 വരെ എന്തായാലും കിട്ടും. കളർ വേണ്ട, അത് വേണ്ട കളർ. ഇതുപോലത്തെ സെയിം. ദിസ് ഇസ് ഡിഫറെൻ്റ് അല്ലേ? ഇതല്ല. ഇത് മാതിരി ലൈൻ. ആ, അത് സെയിം വേറെ കളർ എടുത്തിരിക്കേ. ഒരു ബോട്ടിൽ ഗ്രീൻ എടുക്കണു. ക്ലീൻ. One more color. So, taking one red also. Okay. Black. Black. Okay. പക്ഷെ ബ്ലാക്ക് എനിക്ക് ഒത്തിരി ഉണ്ട്. ഓപ്ഷൻസ്. ഇത് തന്നെ മറൂൺ സെയിം. ഡിസൈൻ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, പക്ഷേ ഇത് ഏത് വേണം എന്നുള്ളതാണ്. ഇത് മതി. ഓക്കെ, ഇതിൽ ബ്ലൂ ഗ്രീൻ അത്. ആൻഡ് വേണമെങ്കിൽ ഇതും കൂടി ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ടേക്ക് ദിസ് റെഡ് ഓൾസോ. മതി. അപ്പോൾ 2 സെറ്റ്. അവിടെ ഒരു സാരി ഇതാ കട്ട് വർക്ക് സാരി പ്ലസ് ആ ബ്ലൂ സാരി ഇവിടെ കിടന്ന്. ദിസ് വൺ ആൻഡ് ദി എനിക്കിപ്പോൾ ജനറലി തോന്നുന്നൊരു കാര്യം പറയട്ടെ. അതായത് ഈ നാട്ടിൽ ഏറ്റവും ലാഭത്തിന് കിട്ടുന്ന കാര്യം, കേരളത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, അങ്ങനെ പറയില്ല എങ്കിലും വസ്ത്രങ്ങൾ, തുണി മുതലായ കാര്യങ്ങളാണ്. ഭക്ഷണത്തിനെക്കാട്ടിലും ചീപ്പായിട്ട് കിട്ടുന്ന കാര്യം. ഭയങ്കര റേറ്റ് കുറച്ചാണ് പല സ്റ്റേറ്റുകളും വിൽക്കുന്നത്. സൂറത്തിൽ ചെന്നാൽ ഇതിലേക്കാട്ടിലും വില കുറവായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട് കട്ട് ചെയ്ത് വാങ്ങാനായിട്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബ്ലൗസിൻ്റെ എല്ലാം.
അങ്ങനെ അപ്രതീക്ഷിതമായി ഓടിക്കറിയതാണ് 2 ബാഗ് കുറച്ച് സാരിയായിട്ട്. പക്ഷെ ഇത്രയും ഷോപ്പ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് രൂപയായിട്ടുള്ളൂ കേട്ടോ. ദിസ് ഈസ് പാരിസ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ അണ്ണാ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. ഇനി ഓരോ കടയിൽ കയറി ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അടുത്തൊരു സ്ഥലത്തും കൂടി കയറിയിട്ട് നമുക്ക് നാഗർകോവിലിൽ വിട്ടാൽ മതി. ദ കേക്ക് വേൾഡ്. ഇത് ഇവിടുത്തെ കേക്ക് വേൾഡ് ബേക്കറി വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ ചില വിഭവങ്ങൾ. എനിക്ക് നാഗർകോവിലോട്ട് പോകാൻ പറ്റുന്നില്ല. അതെ, ഇവിടെ തീരുന്നില്ല കാര്യങ്ങൾ, രക്ഷയില്ല. ഈ ഔട്ട്ലെറ്റ് അല്ല, കളക്ട്രേറ്റിനടുത്തുള്ള കേക്ക് വേൾഡിൻ്റെ ഔട്ട്ലെറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഴിതെറ്റി വന്നതാണ്. പക്ഷേ സെയിം ബേക്കറി തന്നെ, കേക്ക് വേൾഡ്. അങ്ങനെ നാഗർകോവിൽ ടു കന്യാകുമാരി റൂട്ടിലേക്ക് സഞ്ചരിച്ച് തുടങ്ങി. ഓൺ ദ വേ ആണ് മയിലാടി എന്ന് പറയുന്നൊരു സ്ഥലം. ഇവിടെയാണ് ഈ കല്ല് കൊണ്ടുള്ള ശില്പങ്ങളും തൂണുകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാക്കുന്നത്. കുറേ ഷോപ്സ് ഉണ്ട് ഇതുപോലെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളും ഓപ്പൺ അല്ല. പക്ഷേ ഇപ്പോൾ പോയ വഴിക്ക് നമ്മൾ ഒരു കടയിലെ ആൾക്കാരെ കണ്ടു. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മയിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്ന് കറങ്ങുകയാണ് ഞാൻ. നോക്കോളൂ, ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്. ഈ കടയുടെ പേര് കാർത്തിക സ്റ്റോൺ വർക്ക്. ഇവർ പ്രധാനമായിട്ട് ഇത് കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ലിൽ നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങളും കാണുന്ന വിഗ്രഹങ്ങളും ഒക്കെ നോക്കിയേ, ഇങ്ങനെയാണ് ശില്പി കൊത്തിയെടുക്കുന്നത്. ഇവിടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ പാറകൾ മുറിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ മെഷീൻ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വലിയ വലിയ ബോൾഡേഴ്സ് ആ ഒരു ഷേപ്പിലാക്കി. പണ്ടത്തെ കാലത്ത് അറിയാമല്ലോ ശില്പികൾ എന്താ ചെയ്യണേ, അവരിങ്ങനെ ഉളി വെച്ചിങ്ങനെ കൊത്തി എന്നിട്ട് പിളർന്നെടുത്തിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി ഈസിയാണ്. മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിംഗ് ആണ് പിന്നെ വരുന്നത്. ഇത് നോക്കിയാൽ വലിയ എന്തോ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് ഇത് നടക്കുന്നത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേ രൂപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്ത്. ഓൾമോസ്റ്റ് അതായത് വലിയ ക്ഷേത്രങ്ങളുടെ പില്ലേഴ്സ്. നമ്മളിപ്പോൾ ഇതൊക്കെ കാണുന്നത് മോഡേൺ ആയിട്ട് ഇപ്പോഴത്തെ ശില്പികൾ ഇപ്പം നമുക്ക് കാണുന്നത് സ്കൾപ്ചേഴ്സ്. ഇത് നോക്കിയേ, ഇത് നാഗരാജ ക്ഷേത്രത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. കുറേ നാഗരാജാവിൻ്റെ എല്ലാം വിഗ്രഹങ്ങൾ. അവിടെ വേറൊരു വിഗ്രഹം, അത് കണ്ടില്ലേ, ശില്പം. മറ്റൊരു ക്ഷേത്ര ശില്പമാണ് അവിടെ ചെരിഞ്ഞ് വച്ചിരിക്കുന്നത്, ചെരിഞ്ഞ് കിടക്കുന്നത്. ഇത് ഇവിടെ ഒരെണ്ണം കിടക്കണു, ഒരു ദേവിയുടെയൊക്കെ ഒരു രൂപം. ഇത് ഒരു ദേവിയുടെ പോലെ. ഇപ്പോൾ ശില്പിയുടെ കയ്യിൽ ഇങ്ങനെ ശില്പമായിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ട്, അതെ, ആ ഭാഗത്ത് ഫിനിഷിംഗ് ആയിട്ടില്ല, അതിൻ്റെ ഓരോരോ സ്റ്റേജസിലാണ്. ഇതെല്ലാം സ്റ്റോൺ വർക്ക്സ് ആണ് കാണുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വളരെ ലൈവ്ലി അല്ല, ആൾക്കാർ കുറച്ച് റെസ്റ്റിലാണ്. എങ്കിലും ഇത് ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി. ഇത് റോഡ് സൈഡാണ് കേട്ടോ. ഇത് ഒരു ഷോപ്പല്ല, ഇങ്ങനെ കുറേ കടകളുണ്ട് ഈ മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ഓൺ ദ വേ ടു കന്യാകുമാരിയാണ് നാഗർകോവിലിൽ നിന്ന്. ഇത് നോക്കിയേ, ഇത് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരും കേട്ടോ. കംപ്ലീറ്റ്ലി പില്ലേഴ്സ്, പിക്ചേഴ്സ്, ഇതൊക്കെ അവർ ചെയ്ത വർക്കാണെന്ന് തോന്നുന്നു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി. ഇത് ശരിക്കും അതിൻ്റെ ഒരു ഇത് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒരെണ്ണം. ഇപ്പോൾ വീടുകളുടെ ആവശ്യത്തിനാണെങ്കിലും, ഇപ്പോൾ എന്താ പറയുക, വീടിൻ്റെ നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഗാർഡനിൽ ഇപ്പോൾ ആൾക്കാരിങ്ങനെ കല്ലിൽ കുത്തിയെടുത്ത ശില്പങ്ങൾ വയ്ക്കാറില്ലേ, ബെഞ്ചസ്, ശില്പങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അവരെല്ലാം ഈ മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടത് അതവിടെ കിട്ടും. ഓക്കെ, കാലഭൈരവൻ അങ്ങനെയൊക്കെ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലകർ ഇങ്ങനെയൊക്കെ ഇല്ലേ, ദേവി. ഹായ്, ബുദ്ധൻ. നമ്മൾ ഫെയറിൽ പോകുമ്പോൾ കാണാറില്ലേ ബുദ്ധനെയൊക്കെ, ഫെയർ നമ്മുടെ ഹെയർ സലൂണിൽ വെളിയിൽ വലിയ ബുദ്ധൻ. ഇവിടെ നിന്നാണ് വിജി ഓർഡർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വാമനൻ,
ആണെന്ന് തോന്നുന്നു. കുടയൊക്കെ ആയിട്ട്. ഇത് ബുദ്ധ. ഓ, എന്ത് ഭംഗിയായിരിക്കുന്നല്ല. എത്ര പാടായിരിക്കും, എന്ത് പ്രിസിഷൻ വേണം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ട്. അതിൻ്റെ അവരുടെ പണിയായുധങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വർക്ക് നടക്കുന്നില്ല, പക്ഷേ ഉണ്ട്. നമ്മൾ ഈ ഇടികല്ല് അതെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് മോഡേൺ ഇടികല്ലാണ്. കുറച്ചുകൂടി പോളിഷ്ഡാണ്. ഇപ്പോൾ ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി പോളിഷ്ഡായിട്ടാണ് ചെയ്യണത്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊരു വലിയൊരു വിഗ്രഹം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വെറുതെ കല്ല് കണ്ടാൽ ഒരു സൗന്ദര്യം ഇല്ലല്ലോ. കല്ല് ശില്പമായി മാറുമ്പോൾ, വിഗ്രഹങ്ങളായി മാറുമ്പോൾ ഭംഗി മാത്രമല്ല ഭക്തിയും കൂടി വരുമ്പോൾ അത് വേറെ ആണ്. പിന്നെ നമ്മൾ പറയില്ലേ, ശില്പിയുടെ ആവശ്യമുണ്ട്. ശില്പി വിഗ്രഹം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൂജിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തായി ദൈവമായി കഴിഞ്ഞാൽ ശില്പി പുറത്താണെന്നൊക്കെ പറയില്ലേ. നമ്മൾ പെരുന്തച്ചൻ സിനിമയിൽ കണ്ടത് ഓർക്കുന്നുണ്ടോ? ഇത് നോക്കി, ഇവിടെ നാഗരാജാവ്. പിന്നെ അതുപോലെ എലി, ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന എലി, പിന്നെ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹങ്ങൾ, ഇതെല്ലാം. ഇത് നോക്കിയേ, വരാഹം. നല്ല രസമുണ്ട് ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കാണാൻ. എന്ത് രസം, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നില്ലേ ഭയങ്കരമായിട്ട്. ഒരു കല്ലിനെ ശില്പമാക്കി മാറ്റുന്ന ജാലവിദ്യ. അപ്പോൾ ഇനി വീണ്ടും കുറച്ചും കൂടി പോകണം. അല്ല, 20 കിലോമീറ്ററാണ് ടോട്ടൽ നാഗർകോവിൽ ടു കന്യാകുമാരി. ഓൺ ദ വേ ഫസ്റ്റ് കാഴ്ച. പോകുന്ന വഴിക്ക് ഇനി കുറച്ച് നല്ല ഗ്രീനറി ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരി എത്തും. അങ്ങനെ കന്യാകുമാരി നമ്മൾ എത്തിയിട്ടുണ്ട്. സമയം 4:30 വരെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ഉള്ളൂ. അത് കാരണം നമുക്ക് ഇപ്പോൾ 4 മണിയായി ഓടാം. ഫർദറായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച് പോവാം. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പുതിയ എഡിഷനാണ്. അതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ്. കടകളിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം തിരിഞ്ഞ് നോക്കുന്നില്ല. നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് ഇഷ്ടം പോലെ കടകളും എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ. തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തി. നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓടി നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനൊക്കെ പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും അത് കുറച്ച് ലെങ്തി ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ ബാക്കി കന്യാകുമാരി വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.